യോ ഹലോ ഒരുപാട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദ സീക്രട്ട് ടു മാസ്റ്റർ ലേണിംഗ് എന്നൊരു സംഭവമാണ്. ലേണിംഗ് എന്ന് മാത്രം പറയുന്നില്ല, ലേണിംഗ് എ സ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുക, സ്കിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഫോർ എക്സാമ്പിൾ ഡ്രോയിങ്, അല്ലെങ്കിൽ സ്പീക്കിംഗ്, അല്ലെങ്കിൽ കോഡിങ്, അല്ലെങ്കിൽ കുക്കിംഗ്, ഡാൻസിങ്, റൈറ്റിംഗ്, ആക്ടിങ്, അങ്ങനെ നീണ്ടുപോകുന്ന സ്കിൽസ് ഉണ്ടല്ലോ. സോ ഇതിൽ ഞാൻ സ്പെസിഫൈ ചെയ്യാത്ത ഒത്തിരി സ്കിൽസ് ഉണ്ട്. സോ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ ഏതെങ്കിലും ഒരു സ്കില്ല് ചൂസ് ചെയ്യുന്നത് മെയിൻലി ഒന്നെങ്കിൽ മണി എന്നുള്ളൊരു സംഭവം. ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്ക് കോഡിങ് പഠിക്കണം. നമ്മൾ നാച്ചുറലി കോഡറൊന്നും അല്ലല്ലോ, ജനിച്ചു വരുമ്പോഴേ നമ്മൾ കോഡറൊന്നും ആയിരിക്കത്തില്ല. അന്നേരം നമ്മളതിന് വൈ എന്നുള്ളൊരു ചോദ്യത്തിന് മുൻപിൽ നമ്മൾ പകച്ചു നിൽക്കുമ്പോൾ നമ്മൾക്ക് ഉത്തരമായിട്ട് വരുന്നത് ഒന്നെന്ന് പറയുന്നത് കോഡിങ് അറിയാമെങ്കിൽ നന്നായിട്ട് പൈസ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ജോലി കിട്ടും. അതുപോലെ നമുക്ക് ഒത്തിരി ആപ്സ് ബിൽഡ് ചെയ്യാം. പണം എന്നുള്ളൊരു ഇത് ഒബ്വിയസ്ലി വരാത്തത് വളരെ കുറവ് സ്കിൽസിൽ മാത്രമേ ഉള്ളൂ. അന്നേരം ഇപ്പോൾ അക്കാഡമിക് ആയിട്ടുള്ള പല സ്കിൽസും, ഫോർ എക്സാമ്പിൾ റീഡിങ്, റൈറ്റിംഗ്, അല്ലെങ്കിൽ കോഡിങ്, അങ്ങനെയുള്ള മിക്ക കാര്യങ്ങളിലും കൂടുതലൊരു ജോലിക്ക് വേണ്ടി അത് പഠിക്കണം. അത് പഠിച്ചു കഴിഞ്ഞാൽ മിക്ക ആൾക്കാരും ജോബിൽ നിന്നെന്താണ് മണി, ഇതായിരിക്കും ഉദ്ദേശിക്കുന്നത്. അതായിരിക്കും അവരുടെ വൈ, എന്തിന് ഞാൻ ഈ സ്കിൽ പഠിക്കണം എന്നുള്ളൊരു ചോദ്യത്തിന് മുന്നിൽ അവർ കൊണ്ടിടുന്ന ഈ ഒരു കാരണമായിരിക്കും. എന്നാൽ ഞാൻ പലപ്പോഴും ഇങ്ങനെയുള്ള സ്കിൽസ് പഠിക്കാൻ നോക്കിയപ്പോഴെല്ലാം ഞാൻ ഈ ഒരു പാത്തിൽ കൂടെ പോയ ഒരാളാണ്. മണി ആകണം, അതായിരിക്കും മിക്കവാറും കൂടുതൽ വരുന്നത്. പക്ഷേ ബാക്കി ചില സ്കിൽസ് ഉണ്ട് ഞാൻ മണിക്ക് വേണ്ടി അല്ലാതെ പഠിക്കണം എന്ന് വിചാരിച്ചിരുന്നത്. ഫോർ എക്സാമ്പിൾ സിംഗിങ്. ഞാൻ അതിൻ്റെ വൈ മിക്കപ്പോഴും നോക്കിയപ്പോഴും എനിക്ക് തോന്നിയത് ഐ ലവ് ടു ഡു ഇറ്റ് എന്നുള്ളൊരു കാരണമാണ്. ഇപ്പോൾ സിംഗിങ്, നന്നായിട്ട് പാട്ട് പാടാൻ കഴിവില്ലെങ്കിൽ കൂടെയും എനിക്ക് പാട്ട് പാടാൻ ഇഷ്ടമാണ്. പക്ഷെ അതെന്തുകൊണ്ട് പക്ഷേ അതിൽ നിന്ന് എനിക്ക് നല്ല സിംഗറായി ഒരു പ്ലേ ബാക്ക് സിംഗറോ ഒന്നും ആകാൻ പക്ഷേ സാധിക്കില്ലായിരിക്കാം. പക്ഷേ ഞാൻ പാടുന്ന ആ ഒരു പ്രസൻറ്റ് ടൈമിൽ ഐ ഫീൽ ഹാപ്പി. അവിടെ മണി എന്നൊരു കാര്യം വരുന്നതേയില്ല. അത് നമ്മൾ അന്നേരം ഒബ്വിയസ്ലി നമ്മൾ പുതിയ പാട്ടൊന്നും ഉണ്ടാക്കിയല്ലല്ലോ പാടുന്നത്. അത് മ്യൂസിക് ഡയറക്ഷൻ, ഇത് ജസ്റ്റ് സിംഗിങ്. ഓക്കെ, അന്നേരം നമ്മൾ ഉള്ള പാട്ട് തന്നെ പാടുമായിരിക്കും നമ്മൾ ചെയ്യുക. അന്നേരം ഉള്ള പാട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, ഞാൻ ഉള്ളൊരു പാട്ട് നമ്മളിപ്പം പാടണമെന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ അത്രയ്ക്ക് ഫോക്കസ് എനിക്ക് കൂടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പം വെണ്ണീല ചന്ദന കിണ്ണം, ആ ഒരു പാട്ടുണ്ടല്ലോ, ആ ഒരു പാട്ട് പാടണമെന്ന് ഇപ്പം ഞാൻ വിചാരിക്കുക. അന്നേരം നമ്മൾ പോയി ആദ്യം എന്താണ് അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ആരെങ്കിലും പാടിയിട്ടുള്ളത് നമ്മളെടുത്ത് നോക്കും. സോ അതങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ എന്ന് പറയുന്നത്, ഫോക്കസ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഫോക്കസ് ആയിരിക്കും. എവിടെ ആ പാട്ടിൻ്റെ ആ ഒരു ഫ്രീക്വൻസി എവിടെ നീട്ടണം, എവിടെ കുറയ്ക്കണം, ആ ഒരു താളമയം ഒക്കെ ഉണ്ടല്ലോ. സോ അത് നല്ലതുപോലെ നമ്മൾ ഒബ്സർവ് ചെയ്യും, അല്ലെങ്കിൽ അത് നന്നായിട്ട് നമ്മുടെ ചെവിയൊക്കെ വളരെ കൂർപ്പിച്ചായിരിക്കും ആ സമയം ഇരിക്കുന്നത്. അത് ആ ഒരു ലവിൽ നിന്നാണ് ആ ഒരു
സംഭവം വരുന്നത്. അതേസമയം മറ്റ് കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ, ഇപ്പം കോഡിങ് അത് സീസണലാണ്. എനിക്ക് പലപ്പോഴും ചില സമയത്ത് ലോകം മാറ്റിമറിക്കാം, അല്ലെങ്കിൽ സൊല്യൂഷൻസ് ബിൽഡ് ചെയ്യാം എന്നൊക്കെ തോന്നി നമ്മളൊരു ലവിൻ്റെ പുറത്ത് ചെയ്യും. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ആ ഒരു കോഡിങ്, ഒരു പ്രോബ്ലമൊക്കെ സോൾവ് ചെയ്യുക എന്നുള്ളത്. ബട്ട് ചില സമയത്ത് നമ്മൾ മെഷീനറി ആകും, ഒരു മെഷീൻ പോലെ, നമ്മൾ റോബോട്ട് പോലെ ആയിപ്പോവും. സോ അന്നേരമാണ് ബോറിങ് വരുന്നത്. സോ ഇതെനിക്ക് പറയാൻ പോകുന്ന സ്കിൽസ്. ഞാൻ ആദ്യം പറയുന്നത് സ്കിൽസ്. ഇഫ് യു ആർ ലേണിംഗ് സ്കിൽസ്, ഇൻ റിട്ടേൺ ഓഫ് മണി എന്നൊരു ഇത് വെച്ചിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ്. അങ്ങനെ പഠിക്കുന്ന ഒരാൾക്ക് ഫസ്റ്റ് സംഭവിക്കുന്നൊരു സംഭവമായിരിക്കും റോഡ് ബ്ലോക്ക്. അതായത് നമ്മളത് ലവ് എന്നുള്ളതിനുപരി നമുക്ക് പൈസ കിട്ടും. അത് പഠിച്ചു കഴിഞ്ഞാൽ, ഒരു സ്കില്ല് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറ്റ് ലാസ്റ്റ് നമുക്ക് മണി കിട്ടും എന്നുള്ളൊരു സംഭവമാണ് അവിടെ വരുന്നത്. അന്നേരം ഇത് ഒരു സ്കില്ല് പഠിക്കാൻ തന്നെ ഇത്രയും സമയമുണ്ടല്ലേ. ഇത്രയും സമയം കഴിഞ്ഞു കഴിഞ്ഞാലാണ് നമ്മളത് ഓക്കെ ആയി പിന്നെ മണിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. സോ നമ്മൾ ഈ മൈൻഡ് സെറ്റ് വെച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എപ്പോഴും നമ്മൾ നമുക്ക് മണി ആ ഒരു പകുതി എന്തായാലും ഇത്രയും, ഫോർ എക്സാമ്പിൾ കോഡിങ് പഠിക്കണമെങ്കിൽ ഒരു കോഡിങ് കോഴ്സ് എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഒരു 10 hours ആയിരിക്കും. നേരം 1 hour കഴിയുമ്പോഴും നമ്മൾ ബോറടിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം നമുക്കൊന്നും റിട്ടേൺ ആയിട്ട് കിട്ടുന്നില്ല അല്ലേ. നമ്മൾ 10 hours കഴിഞ്ഞെങ്കിൽ മാത്രമേ, അത് 10 hours തന്നെ കുത്തിപ്പിടിച്ച് നമ്മൾ ഇരുന്നെങ്കിൽ മാത്രമേ എന്തെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കിയുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ബോറടിക്കാനുള്ള നല്ല സാധ്യതയുണ്ട്. നമ്മൾ ബോറടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ബോറടിക്കുമ്പോൾ our brains does not work as we intended. അതായത് നമുക്ക് ബോറടി തുടങ്ങി കഴിഞ്ഞാൽ നമ്മളുടെ ബ്രെയിൻ സ്ലോ ആവുകയാണ് അവിടെ ചെയ്യുന്നത്. സോ ഒബ്വിയസ്ലി നമ്മളിപ്പോൾ എന്നെ ഈ കോഡിങ്ങിൻ്റെ കാര്യം തന്നെ എടുക്കാം. 1 hour ആകുമ്പോൾ നമ്മുടെ ബ്രെയിൻ സ്ലോ ആകും, ബോറടിക്കും. സോ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പിന്നെ നമുക്ക് വളരെ പാടായിട്ട് തോന്നും, നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനും അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ. സോ അന്നേരം 10 hours എന്നുള്ളത് കൂടാൻ സാധ്യത വളരെ കൂടുതലാണ്. സോ അതാണ് പലപ്പോഴും ഇഫ് യു ആർ ലേണിംഗ് സ്കിൽസ് ഇൻ റിട്ടേൺ ഓഫ് മണി എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വെച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ആ ഒരു പാത വളരെ ദുർഘടമായിട്ടാണ് മിക്കവാറും തീരുന്നത്. ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകും. ആൻഡ് ഡിറ്റർമിനേഷൻ എന്നൊക്കെ പറയുന്നത്, ഇപ്പം ഫോർ എക്സാമ്പിൾ എന്ത് വന്നു കഴിഞ്ഞാലും ഞാനിത് പഠിച്ചെടുക്കും. സോ അന്നേരം നമുക്ക് ഈ ഒരു അങ്ങനെ പോസിറ്റീവായിട്ട് ഡിറ്റർമിൻഡ് ആയിട്ട് ആളുകളാണെങ്കിൽ ഓക്കെ, ഇങ്ങനെ അവർ താഴ്ന്നു, പിന്നെ അവർ ഉയർന്നു, പിന്നെയും താഴ്ന്നു, പിന്നെ ഉയർന്നു, അങ്ങനെ അങ്ങ് കയറിപ്പോവും. അത് ലോങ് ടൈമാണത് അല്ലേ. അവരുടെ ഗോൾ എന്ന് പറഞ്ഞാൽ എന്തും ആയിക്കോട്ടെ ഞാൻ പഠിച്ചെടുക്കും, പക്ഷേ എനിക്ക് പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് അവർ അതിൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒന്ന് ചിന്തിക്കാം, അതായത് ഈ ഒരു സംഭവം അല്ലാതെ ഇവർ സക്സസ് ആകത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞ കേട്ടോ. they will be successful, but this will take more time, this will take more energy. അവർക്ക് വരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോർ ടൈം ആൻഡ് എനർജി. ഈ ഒരു സംഭവമാണ് അവർക്ക് കൂടുതലും വരുന്നത്. സോ അവർ അത്രയും ടൈം വേണം, പിന്നെ അതേപോലെ അത്രയും എനർജി. ബോറടിക്കുമ്പോൾ ഉറങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. സോ ഉറങ്ങിപ്പോകാതിരിക്കാൻ അവർ പോയി മുഖത്ത് വെള്ളം ഒഴിക്കണം, അവർ മറ്റു പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കിടന്ന് ഉറങ്ങണം, ഉറങ്ങി ഫ്രഷ് ആവണം. സോ അന്നേരം അവിടെ അത്രയും ടൈം വേസ്റ്റ് അവിടെ വരുന്നുണ്ട്, അവിടെ അത്രയും എനർജി വേസ്റ്റ് അവിടെ വരുന്നുണ്ട്. സോ ഇതിന് പകരമായിട്ട്
If you are learning a skill because of your ലവ്, നിങ്ങൾക്ക് ആ ഒരു സ്കില്ല് നിങ്ങൾക്ക് ഇഷ്ടമാണ് ചെയ്യാൻ എന്നുള്ളൊരു കാര്യം എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് നോക്കാം. സോ ഇപ്പം തന്നെ നിങ്ങളൊന്നും അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. യു ആർ നോട്ട് എക്സ്പെക്റ്റിംഗ് എനിത്തിങ്, യു ആർ എക്സ്പെക്റ്റിംഗ് ഓൺലി ദ ഹാപ്പിനെസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾ പാട്ട് പാടി, നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുന്ന, നിങ്ങൾ ശബ്ദം ഉയർത്തി നിങ്ങൾ പാടുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡോപ്പമിൻ റഷ് ഉണ്ടാകുന്നു, നിങ്ങൾക്ക് ഒരു സന്തോഷമാണ് നിങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്യുന്നത്. സോ യു ഡസ് നോട്ട് നീഡ് എ വാലിഡേഷൻ, അല്ലേ? ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ലയോ, അതൊന്നും വേണ്ട. നിങ്ങളങ്ങ് പോവുകയും നിങ്ങളങ്ങ് പാടുകയാണ്, നിങ്ങൾ നിർത്തുകയാണ്, നിങ്ങൾ കൂടുതൽ അതിനകത്ത് വറി ചെയ്യുന്നില്ല. അന്നേരം ഇവിടുത്തെ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്, നിങ്ങളിപ്പം ഒരു 3 മിനിറ്റത്തെ പാട്ടാണെന്നെങ്കിൽ ആ ഒരു പാട്ട് പഠിക്കുന്നത് തന്നെ നിങ്ങൾക്ക് വളരെ വലിയൊരു ജേർണി പോലെ തോന്നും. എക്സൈറ്റിംഗ് ജേർണി. അതായത് ഓരോ സ്ഥലങ്ങളിലും ആ ഒരു പാട്ടിൻ്റെ താഴ്ത്തി പാടേണ്ടുന്ന പോർഷൻ കാണും, ഉയർന്നു ഹൈ പിച്ച് പാടേണ്ടുന്ന പോർഷൻ കാണും, താളമയം മാറുന്നുണ്ടായിരിക്കും. സോ എവറിത്തിങ് യു വിൽ എക്സ്പെക്ട് ദാറ്റ് വിൽ ബി എ ന്യൂ ഫ്രഷ് പെർസ്പെക്റ്റീവ്. എല്ലാ സെക്കൻഡും അല്ല, നിങ്ങൾക്കൊരു ഫ്രഷ്നെസ് പലപ്പോഴും ഫീൽ ചെയ്യും. നിങ്ങൾ ബോറടിക്കുന്നുണ്ടാകുന്നില്ല, നിങ്ങൾക്ക് അത്രയും ബോറടി വരുന്നില്ല, കാരണം യു ആർ ലവിങ് ദാറ്റ്. സോ നിങ്ങളുടെ ആ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. സോ യു ആർ നോട്ട് വേസ്റ്റിംഗ് യുവർ ടൈം, ആൻഡ് എനർജി എന്തായാലും പോകുന്നുണ്ടായിരിക്കും. ആൻഡ് ദ പോസിറ്റീവ് തിങ് ഈസ് യു പുട്ട് മോർ എനർജി. കാരണം നിങ്ങൾ ആ ഒരു ലവോട് കൂടിയാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളുടെ ബോഡി അത്രയ്ക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്തായിരിക്കും ചെയ്യുന്നത്. പക്ഷേ അതൊക്കെ എന്താണ്, നിങ്ങൾ ടൈം കുറയ്ക്കാൻ, നിങ്ങളത് ആ ഒരു സ്കില്ല് പഠിച്ചെടുക്കാൻ ടൈം കുറച്ചായിരിക്കും നിങ്ങൾ എടുക്കുക. കാരണം യുവർ ബോഡി ഈസ് നിങ്ങളുടെ ബോഡി നിങ്ങൾക്ക് നല്ല എനർജി കൊടുക്കുന്നുണ്ട് ആ ഒരു സംഭവം പഠിച്ചെടുക്കാൻ. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഫാസ്റ്ററാകും, നിങ്ങളുടെ ഫോക്കസ് കൂടും, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും. സോ ഇത് തന്നെ നമ്മൾ കോഡിങ്ങിൽ കൊണ്ടുവരികയാണെങ്കിലും എങ്ങനെയായിരിക്കും? ജസ്റ്റ് ലവ്. നിങ്ങൾക്കൊരു സാധനം ജസ്റ്റ് മണി എന്നുള്ളൊരു ആസ്പെക്റ്റ് മാറ്റി നിർത്തി ജസ്റ്റ് ലവ് കോഡിങ്. അതായത് നിങ്ങൾക്കൊരു പ്രോബ്ലം കിട്ടി, this is the problem, okay, what all things that comes into your mind, നിങ്ങളങ്ങനെ ഫ്രീ ആയിട്ട് തിങ്ക് ചെയ്യുക. ഒരു ഇപ്പം തന്നെ മാത്സിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 3+3 = 6. ഒരു ആൻസറേ ഉള്ളൂ, 3+3 = ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റിന് 3+3 ഒരു 6 എന്ന് പറയുന്ന ഒറ്റ ഒരു ആൻസർ മാത്രമേ ഉള്ളൂ മാത്തമാറ്റിക്സിൽ. അങ്ങനെ ചിന്തിക്കാതെ യു തിങ്ക് ഫ്രീലി. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം തന്നു, 3+3 = 6, അല്ല നിങ്ങൾ തന്നെ നിങ്ങളുടെ രീതിയിൽ തന്നെ ആലോചിച്ച് നോക്കുക, വേറെ എന്തൊക്കെ ആൻസേഴ്സ് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും മോർ ക്രിയേറ്റീവ്ലി, അല്ലേ? ഞാൻ ജസ്റ്റ് മാത്തമാറ്റിക്സിൻ്റെ കാര്യത്തിൽ പറഞ്ഞതാണ്. അതേപോലെ ഒരു പ്രോബ്ലം കിട്ടുകയാണെങ്കിൽ തിങ്ക് ഫ്രീലി. അത് വളരെ ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നവരുണ്ട്. ഇപ്പം തന്നെ ഓരോ മീംസൊക്കെ കണ്ടിട്ടില്ലേ, 3+3 അങ്ങനെയും തിങ്ക് ചെയ്യുന്നവരുണ്ട്. സോ അങ്ങനെ വളരെ ഫ്രീ ആയിട്ട് നിങ്ങൾ ലവ് ചെയ്ത് നിങ്ങൾ ആ ഒരു പ്രോബ്ലത്തിനെ സമീപിക്കുകയാണെങ്കിൽ യുവർ എനർജി ടു ദാറ്റ് പ്രോബ്ലം അല്ലെങ്കിൽ ടു ദാറ്റ് സ്കിൽ വിൽ ഇൻക്രീസ് ആൻഡ് യു വിൽ ഫിനിഷ് മാസ്റ്ററിങ് the skill in less time. So the summary of the video is, you need to love what you are doing. ഇപ്പം ഈ ജോലി, പൈസ, ഇതെല്ലാം എന്ന് പറയുന്നത് ഔട്ട്കം മാത്രമാണ്, അല്ലേ?
നമ്മളൊരു കാര്യം ചെയ്യുന്നു, മണി, പ്രൊമോഷൻ, ഈ ഒരു കാര്യം എന്നൊക്കെ പറയുന്നത് നമ്മളത് ഒരു ആക്ഷൻ ചെയ്ത് കഴിഞ്ഞാലുള്ള ഔട്ട്കം മാത്രമാണ്, ആ ഒരു പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഔട്ട്കം മാത്രമാണ് ഈ മണി, പ്രൊമോഷൻ എന്നെല്ലാം പറയുന്നത്. ഈ പ്രോസസ്സ് ചെയ്യാൻ നമുക്ക് എന്താണ് വേണ്ടുന്നത്? ഒന്നുകിൽ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആൾ, ഇത് ചെയ്യുക അത് ചെയ്യും, ഇങ്ങനെ ഇതൊക്കെ എഴുതി വെച്ച് വളരെ അങ്ങനെ പോകുന്നവരുണ്ട്. ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. ബട്ട് അത് ഓരോരുത്തരെ സംബന്ധിച്ചിരിക്കും. അത്രയും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആളുകൾ എന്താണ് ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി ഇത്രയും സമയം ഇത് പഠിക്കണം, അത്രയും സമയം അത് പഠിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയും പോകാം. അല്ലെങ്കിൽ എന്താണ് ഡിസിപ്ലിൻ ഓർ ലവിൻ്റെ വേയിലേ നിങ്ങൾക്ക് പോകാൻ പറ്റും. അതായത് ഫ്രീ ആയിട്ട് നിങ്ങൾ തിങ്ക് ചെയ്യുക, നിങ്ങൾ പിന്നെ റൂൾസ് കൊണ്ടുവരിക. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണല്ലേ. രാവിലെ എഴുന്നേൽക്കണം, രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കണം, അല്ലെങ്കിൽ ഇത്രയും മണിക്കൂർ രാവിലെ പഠിക്കണം, അത് കഴിഞ്ഞിട്ട് ഈ കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെയൊക്കെ ഒത്തിരി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഡിസിപ്ലിൻ എന്നുള്ളത്. അതേസമയം നിങ്ങൾ അതിനെ ഒരു ലവോടുകൂടി, നിങ്ങളതിനെ ഒരു വളരെ പോസിറ്റീവായി, നിങ്ങൾ വളരെ ഇഷ്ടത്തോടുകൂടെ ചെയ്യുകയാണെങ്കിൽ you will find more solution, you will think freely, and this is how new things are discovered, this is how new ways are formed. Okay, so once again, love is the answer. Thank you for the video. Thank you for watching my video, and goodbye.